ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളുടെ ഓർഗൻ ഡൊണേഷനെ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിക്കാർ ആർട്ടിഫിഷ്യലായിട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓർഗൻ മോഷ്ടിക്കുന്നതായിട്ടുള്ള കഥകൾ, പിന്നെ ചില ഫിലിം സെലിബ്രിറ്റീസ് അവയവദാനം ഒരു കളിപ്പീരാണെന്നുള്ള മട്ടിലുള്ള മെസ്സേജസ്. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായത് ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 1-2 ഡോക്ടർമാർ അവയവദാനത്തിനെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനത്തെ ഉള്ള ഒത്തിരി തെറ്റിദ്ധാരണജനകമായിട്ടുള്ള മാധ്യമങ്ങളോടെ വന്നതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ അവയവദാനം ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾക്ക് ഈ പ്രോഗ്രാം ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പോകാതിരുന്നത്. 2016 ഞാൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം 20ഓളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് കേരളത്തിലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് റിസൾട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി ഓൾസോ. വളരെ മെറ്റിക്കുലസ് ആയിട്ട് നടന്നു. ഇപ്പം എറണാകുളത്തുണ്ട് 2, പാമ്പ്രദായിലുണ്ട്, ഇവിടെയുണ്ട്, കാലിക്കറ്റിൽ 2 ഹോസ്പിറ്റൽസ് നടക്കുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, ഇപ്പോഴുണ്ട്, ഹാർട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള രോഗികളുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ 4 പേഷ്യൻസിനെയാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്. ഡൊണേഴ്സിനെ അല്ല, റെസിപ്പിയൻസിനെ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിൽ ഡൊണേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ്. ഒരിടയ്ക്ക് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡൊണേഷൻസ് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടാത്തൊരു ഗ്രൂപ്പ് ഉള്ള ഒരു ഡോണർ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബീങ് ഷെയർഡ് വിത്ത് അതർ സ്റ്റേറ്റ്സ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഓർഗൻ ഡൊണേഷനിൽ നമുക്ക് ഒരു നോട്ടോ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്, നാഷണൽ ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രോഗ്രാം. പിന്നെ ഉള്ളത് റോട്ടോയാണ്, റീജിയൻസ് 3 റീജിയൻസ് ഇന്ത്യയിലുണ്ട്. പിന്നെ ഉള്ളത് സോട്ടോയാണ്, ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഡോണേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസിപ്പിയൻസിന് മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇവിടെ റെസിപ്പിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ റീജിയനിലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊടുക്കാം. ആ റീജിയനിലെ റെസിപ്പിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിലേക്ക് നമുക്ക് അവർക്ക് എടുക്കാം. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ ഡോക്ടർമാരും ആശുപത്രികളും ഇല്ലാത്തതല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഹാർട്ട് റിസീവ് ചെയ്യാനായിട്ട് റെസിപ്പിയൻസ് ഇല്ലാത്തതല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഡൊണേഷൻസ് ഇല്ല എന്നുള്ളതാണ്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ട്. അതായത് കേരളത്തിന് വെളിയിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഓർഗൻ ഹയർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതായത് തമിഴ്നാട് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഡൊണേഷൻ ഹാപ്പനിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഒരു വർഷം ഏകദേശം 100ഓളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ തമിഴ്നാട്ടിലെ 2 സെൻറ്ററുകളിൽ വെച്ച് നടക്കുന്നുണ്ട്. അവിടെയുള്ള അവിടുത്തെ അതിനകത്തൊരു 80% ഡൊണേഷൻസും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. ബാക്കിയുള്ളത് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പം തമിഴ്നാട്ടിൽ തന്നെ 4-5 ഹോസ്പിറ്റൽസ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ദേ ഹാവ് ഗോട്ട് എ ബിഗ് ടീം who will go outside. They got their own aircraft to go outside other states and bring the heart and do it at a prohibitively high expense. പക്ഷേ നമ്മൾക്ക് അത്രമാത്രം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് നമ്മൾ ഇൻപുട്ടില്ല, അത്രയും ഡിമാൻഡ് നമുക്കില്ല. അതുകൊണ്ട് വി ആർ സ്റ്റിൽ ഫോക്കസിങ് ഇൻ ദ ബേസിക് കാർഡിയോതൊറാസിക് സർജറി ലൈക്ക് ബൈപ്പാസ്, വാൽവ് റീപ്ലേസ്മെൻറ്റ്, അതുപോലത്തെ ഉള്ള പ്രോഗ്രാമിലാണ്. ബട്ട് ഇഫ് ദർ ഈസ് എ ഡോണർ വി ആർ ഗിയർഡ് ടു ഡു എ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. മൾട്ടിപ്പിൾ സെൻറ്റേഴ്സ് ആർ ഗിയർഡ് ഫോർ ദാറ്റ്. I have done a heart transplant only, and the last one which I did was a year and a half ago. ഡോക്ടർ, ഈ ബ്രെയിൻ ഡെഡ് ആണെന്ന് നമുക്ക് ഒരു ഫാമിലിക്ക് കൺവിൻസ്ഡ് ആവണമെങ്കിൽ അവർക്കും അവരുടേതായ കൺസേൺസ് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര മാനുഷികമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടും ആയിരിക്കാമല്ലോ പക്ഷെ നമുക്ക് ഓർഗൻ ഡൊണേഷൻ്റെ നമ്പർ കുറയുന്നത്. ആക്ച്വലി ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്ന് പറയുന്നതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും വളരെ ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി നോംസ് ഉണ്ട്. ഹൂ ഈസ് ബ്രെയിൻ ഡെഡ്? ബ്രെയിൻ സ്റ്റെം ഡെത്ത് സ്ഥിരീകരിക്കാനുള്ള 4-5 ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് അത് കൺഫേം ചെയ്ത്, അത് ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം ടെസ്റ്റുകൾ ചെയ്ത് കൺഫേം ചെയ്ത് മൾട്ടിപ്പിൾ പാനൽ ഓഫ് ഡോക്ടേഴ്സ്, നോട്ട് ഫ്രം ദ സെയിം ഹോസ്പിറ്റൽ. The state government has got a panel of doctors from outside. ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ ഒരു ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരല്ല അവിടുത്തെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു ബി സർട്ടിഫൈഡ് ബൈ അതർ ന്യൂറോളജിസ്റ്റ്, ന്യൂറോസർജൻസ്, ഫിസിഷ്യൻസ് ഫ്രം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഓർ അതർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹു ആർ എംപാനൽഡ് ടു ഡു ദാറ്റ്. അവർ വന്ന് ഈ ടെസ്റ്റുകൾ ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. അതിനകത്തുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു റെസിപ്പിയൻ്റ്. ഇപ്പം ഞാൻ ഐ എം എ കാർഡിയക് ട്രാൻസ്പ്ലാന്റ് സർജൻ.
I can no way get involved with the brainstem certification. I am a party to the transplant. I am a party to one of the organs being to be harvested. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പാനലാണ് ഇത് ടെസ്റ്റുകൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ള മെയിൻ പ്രോബ്ലം, ആസ് യു റൈറ്റ്ലി സെഡ്, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഫാമിലി ഈസ് ലാക്കിംഗ് മെനി ടൈംസ്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ദ ജോബ് ഓഫ് ദ ഹോസ്പിറ്റൽ, ദാറ്റ് ഈസ് ദ ജോബ് ഓഫ് ദ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഓഫ് ദ സ്റ്റേറ്റ്. കാരണം സ്റ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഫാമിലിയിലേക്ക് വന്നെങ്കിലേ ഉള്ളൂ ഇതിന് സുതാര്യത കിട്ടത്തുള്ളൂ. ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്ന പ്രോഗ്രാം അല്ല ഇത്. അതാണ് നമുക്ക് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കേരളത്തിൽ, KNOS, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിങ്. അതിനൊരു പ്രസിഡൻറ്റ്, സെക്രട്ടറി ഉണ്ട്, അതിന് ചെയർമാൻ ഉണ്ട്, ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പക്ഷേ അവർക്ക് ദേ ഡോണ്ട് ഹാവ് ഇനഫ് സ്റ്റാഫ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡോണർ ഫാമിലി, ടു ഓർഗനൈസ്, കോർഡിനേറ്റ് all these things. So lot of times the doctors in the same hospital end up in doing their job, which will make it less transparent. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഡോണറിൻ്റെ മദറിനോടോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദേ വിൽ ഓൾവേസ് തിങ്ക് ദാറ്റ് ഈ ഡോക്ടർ ജോസിനത് ബിക്കോസ് ഹി ഗോട്ട് എ പേഷ്യൻറ്റ് നീഡിങ് എ ഹാർട്ട്, സോ ഹി മേ ബി ട്രൈങ് ടു ഗെറ്റ് എ ഹാർട്ട് ഔട്ട് ഓഫ് മൈ സൺ ഓർ ഹസ്ബൻഡിന് ചിന്തിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓർഗനൈസേഷൻസും സ്റ്റാഫും അവരുമായിട്ട് സംസാരിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊരു സുതാര്യത വരത്തുള്ളൂ. then only there will be no criticism. നേരത്തെ ഈ ക്രിറ്റിസിസം വന്ന പലതും ഹോസ്പിറ്റൽസിനെതിരായിട്ടായിരുന്നു, നോട്ട് അഗൻസ്റ്റ് ദ ഗവൺമെൻറ്. ഈ പ്രോബ്ലം വന്നപ്പോൾ തന്നെ ദാറ്റ് വാസ് ഇൻ 2017 ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ I went and met the chief minister, I went and met the health minister and said that the government has to be proactive. That was the first government. Shailaja teacher was the chief health minister at that time. അപ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്ന ഡോക്ടറെ, സൊസൈറ്റിക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾ നിവാരണം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ ഓൺലി വി ക്യാൻ ഫോക്കസ് ഓൺ ഓർഗൻ ഡൊണേഷൻ. ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ഐ ടോൾഡ് ബോത്ത് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹെൽത്ത് മിനിസ്റ്റർ. അന്ന് ഞാൻ പറഞ്ഞ വാക്കിയതാണ്, സൂചി കൊണ്ട് എടുക്കേണ്ടത് മാഡം നമ്മൾ തൂമ്പ കൊണ്ട് എടുക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വരും. എക്സാക്ട്ലി ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്.